ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് അവലോസ് ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചേക്കാമെന്ന് വെച്ച്. എല്ലാവർക്കും അവലോസ് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ. അവലോസിനുള്ള അരിപ്പൊടി ഞാനിവിടെ എടുത്തു വെച്ചു. ഇതിൽ തേങ്ങയും ജീരകവും ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് തിരുമ്മി എടുക്കണം. തേങ്ങയിൽ തന്നെ ഈ അരിപ്പൊടി നനയാൻ ശ്രമിക്കണം. തേങ്ങ എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാണ് അവലോസിന്. അങ്ങനെ ഞാൻ നനച്ച്, ഇതിന് അളവൊന്നുമില്ല, ആവശ്യത്തിന് എടുക്കാം. അവലോസിനുള്ള അരിപ്പൊടിയിൽ ഞാൻ ഒരു മുറി തേങ്ങയും ഉപ്പും ചേർത്ത് നനച്ച് ഒരുമാതിരി നനഞ്ഞു. അതുപോരാ, ഇനി നമുക്ക് ഈ തേങ്ങയും ജീരകവും എല്ലാം കൂടെ ചേർത്ത് കൈ വെച്ച് തിരുമ്മി തട്ടിപ്പൊത്തി 1 മണിക്കൂർ വയ്ക്കണം. അങ്ങനെ വയ്ക്കാം. അവലോസിന് ചേരുവയെല്ലാം ചേർത്ത് 2 മണിക്കൂറായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനിയും കുറച്ച് എള്ള് ചേർക്കണം. എള്ളും ചേർത്ത് നമുക്കതിപ്പോൾ കട്ടിയായിട്ടിരിക്കുക. കേട്ടോ, ഇതെല്ലാം ഒന്ന് ഉതിർത്ത് നമുക്ക് വറക്കാനായിട്ട് അടുപ്പിൽ വയ്ക്കാം. എല്ലാം കൂടെ എള്ളും കൂടെ എല്ലാം ഒന്ന് ചേർന്ന് നമുക്കിനി അവലോസ് വറക്കാം. അവലോസ് വറക്കാൻ ഞാൻ അടുപ്പിൽ വെച്ചു. ഇതെല്ലാം ഉതിർത്തെടുത്തു. ഇപ്പോൾ പുട്ടിന് നനച്ച് വെച്ച പോലെയുണ്ട്. അപ്പം വെള്ളമൊന്നും ചേർക്കരുത്. തേങ്ങയിൽ തന്നെ നമ്മൾ പൊടി നനച്ചെടുക്കണം. ഇനി ഇത് ചെറു തീയിൽ 1 മണിക്കൂറോളം പിടിക്കും വറുത്തെടുക്കാം. അവലോസ് വറക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. ആരും ഇപ്പം അങ്ങനെയൊന്നും ചെയ്യുകയില്ല. ആവശ്യമുണ്ടെങ്കിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കും. നമ്മൾ തനിയെ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയല്ലേ. നമുക്ക് നല്ല സ്വാദിഷ്ടമായി തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഇത് ഉണ്ടാക്കി ടിന്നിലൊക്കെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും. അപ്പോൾ നമുക്ക് പയ്യെ മൂപ്പിച്ചെടുക്കാം. അവലോസ് അങ്ങനെ മൂത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. തേങ്ങയുടെയും ജീരകത്തിൻ്റെയും എല്ലാവരും നല്ലൊരു സ്മെല്ല്. ഇതിനകത്ത് ഏലക്ക ചേർക്കല്ല് കേട്ടോ. ചിലരൊക്കെ ഏലക്ക ചേർക്കും. അന്നേരം നമ്മുടെ ആ അവലോസിൻ്റെ ഒറിജിനൽ മണം അങ്ങ് പോകും. ഏലക്കായുടെ മണം അതിന് മുമ്പിൽ നിൽക്കും. അത് ചീത്തയാണ്. അപ്പം ഏലക്ക ചേർക്കാതെ ജീരകത്തിൻ്റെ തന്നെ സ്മെല്ലാണ് നല്ലത്. അതാണ് നല്ലത്. നമ്മുടെ അവലോസ് അങ്ങനെ മൂത്ത് റെഡിയായി. ചെറിയൊരു ബ്രൗൺ നിറം പോലെയായി, പാകമായി. അപ്പം നല്ലൊരു സ്മെല്ല്, തേങ്ങയുടെയും ജീരകത്തിൻ്റെ എള്ളിൻ്റെയൊക്കെ നല്ല സ്മെല്ല്. പിന്നെ തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിഭരണിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. പഞ്ചസാര ഇട്ട് തിന്നാം. ചെറിയ കുട്ടികൾക്ക് തേനൊഴിച്ച് കൊടുക്കാം. പിന്നെ അവലോസുണ്ട ഉണ്ടാക്കാം, ചുരുട്ടുണ്ടാക്കാം. അങ്ങനെ പലവിധ ഉപയോഗമുണ്ട് ഈ അവലോസ് പൊടിയുണ്ട്. ഓക്കെ, ബൈ. അവലോസ് പൊടി ഞാനൊരു ബൗളിലെടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.